പ്രൈസ് ദി ലോർഡ്. നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന, നമ്മുടെ കണ്ണുനീരിൽ ആശ്വാസമായിട്ട് വരുന്ന, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ജീവിത മേഖലകളിലും നമ്മളെ സഹായിക്കാൻ ഓടിയെത്തുന്ന പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് നമുക്ക് അല്പസമയം ധ്യാനിക്കാം. പരിശുദ്ധ കന്യകാമറിയം യേശുവിൻ്റെ അമ്മയാണ്, ദൈവത്തിൻ്റെ അമ്മയാണ്. പരമപരിശുദ്ധനായ യേശുവിൻ്റെ അമ്മയാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അമ്മയെ നമ്മൾ ബഹുമാനിക്കണം. അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്, അതിന് വലിയ ഉത്തരം കിട്ടും. പ്രഭാഷകന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തില് 4-ാമത്തെ വചനം പറയുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. ഗ്ലോറിഫൈ ചെയ്യുക, മഹത്വപ്പെടുത്തുക. അമ്മയെ ദൈവം ഉയർത്തി. ദൈവപുത്രനായ യേശുവിൻ്റെ അമ്മയായി ഈ ഭൂമിയിൽ ജീവിച്ച, സ്വർഗാരോപണം ചെയ്യപ്പെട്ട പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്, നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അമ്മയുടെ ആ സ്നേഹവും കരുതലുമൊക്കെ നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. വചനത്തിൽ പറയുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുക, പരിശുദ്ധ കന്യകാമറിയത്തെ ബഹുമാനിക്കുക മാത്രമല്ല, നമ്മൾ വാഴ്ത്തണം. പരിശുദ്ധ മറിയത്തെ, ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളൂ. ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിച്ച് അവിടുത്തേക്ക് എല്ലാ ഗ്ലോറിയും കൊടുക്കുന്നുള്ളൂ. ഇവിടെ പറയാണ്, അമ്മയെ മഹത്വപ്പെടുത്തണം, അവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അത് പരിശുദ്ധ അമ്മയെ നീ മഹത്വപ്പെടുത്തുമ്പോൾ നീ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുക. ആര് പരിശുദ്ധ കന്യകാമറിയത്തെ അപമാനിക്കുന്നുവോ ദുഷിക്കുന്നുവോ അവർ ചെയ്യുന്നത് വളരെ ഗൗരവമേറിയ പാപമാണ്. കാരണം യേശുവിൻ്റെ അമ്മയാണ് മറിയം. വചനം പറയുന്നു, പെറ്റമ്മയെ നീ ബഹുമാനിക്കണം. ദൈവത്തിന്റെ കൽപ്പന അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. അത് നമ്മുടെ അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നുവെങ്കിൽ നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ അമ്മയെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അത് പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ആര് പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടോ, പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവരെ ഉറപ്പായിട്ടും പരിശുദ്ധ അമ്മ സഹായിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 144, സങ്കീർത്തനം 144 1-2 വചനങ്ങൾ. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും പടപൊരുതുവാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. ജപമാല പ്രാർത്ഥനയിലേക്കുള്ള സൂചനയായത് പടപൊരുതുവാൻ വിരലുകൾ. ജപമാല ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ്. മഹാവിശുദ്ധനായ പാദ്രി പിയോ
ആ വലിയ വിശുദ്ധന്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ദിവസം 40 ജപമാല ചൊല്ലുമായിരുന്നു. മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരം കേൾക്കും. വലിയ ആത്മീയ കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു. ജ്ഞാനത്തിന്റെ വചനം, പരകതേ ജ്ഞാനത്തിന്റെ കൃപ, അത്ഭുത രോഗശാന്തിപരം, അത്ഭുത പ്രവർത്തനപരം, ബൈലൊക്കേഷൻ, ഒത്തിരി കൃപയുണ്ടായിരുന്ന വ്യക്തിയാണ് പാദ്രി പിയോ. അതുകൂടാതെ അദ്ദേഹത്തിന് കർത്താവിന്റെ 5 തിരുമുറിവുകൾ ലഭിച്ചു. 50 വർഷക്കാലം ആ ശരീരത്തിൽ ആ മുറിവുണ്ടായിരുന്നു. ഈ പാദ്രി പിയോ പരിശുദ്ധ ദൈവമാതാവിന്റെ വലിയ ഭക്തനായിരുന്നു. ഓരോ ദിവസവും ജപമാലകൾ ധാരാളമായിട്ട് ചെല്ലുമായിരുന്നു അദ്ദേഹം. ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ജപമാല പ്രാർത്ഥന യേശുവിന്റെ രക്ഷാകര വിധമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ജപമാലയിലും. അവിടുന്ന് പടപുരുതാൻ എൻ്റെ വിരലുകളെ പരിശീലിപ്പിക്കുന്നു. നമ്മൾ ജപമാല ചൊല്ലുന്നത് ഇങ്ങനെ ഓരോ മണിയും ഇങ്ങനെ നീക്കിയ നന്മ നിറഞ്ഞ മറിയുമേ എന്ന ആ മനോഹരമായ വചനത്തിന്റെ പ്രാർത്ഥന ചൊല്ലുന്നത്. അത് നമ്മൾ പടപൊരുതുന്നത്, സാത്താനെതിരെ യുദ്ധം ചെയ്യുന്നത്, പടവെട്ടുന്നത് ജപമാല ചൊല്ലിക്കൊണ്ട് തന്നെയാണ്. അവിടുന്നാണ് എൻ്റെ അഭയശിലയും ദുർഗവും ശക്തികേന്ദ്രവും, എൻ്റെ വിമോചകനും പരിചയമായ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു. ദൈവം എൻ്റെ ശക്തികേന്ദ്രമാണ്. ദൈവം എൻ്റെ അഭയശിലയാണ്. ദൈവം എൻ്റെ കോട്ടയാണ്. ദൈവം എൻ്റെ പാറയാണ്. ഞാൻ ആ ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. പരിശുദ്ധ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധ മറിയത്തിന്റെ ആ സമർപ്പണത്തോട് ചേർന്ന് നമ്മുടെ ജീവിതവും നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. സങ്കീർത്തനം 116:16, കർത്താവേ ഞാൻ അവിടുത്തെ ദാസനാണ്. ഞാൻ അവിടുത്തെ ദാസനാണ്. ദൈവമേ ഞാൻ അവിടുത്തെ ദാസനാണ്. പൂർണ്ണമായിട്ട് എന്നെ തരുന്നു. ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസിയുടെ പുത്രനാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ മറിയത്തോട് കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പിടയുന്ന യേശു പറയുന്നുണ്ട്, യോഹന്നാനെ ചൂണ്ടി, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. മാനവരാശിക്ക് മുഴുവൻ വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തെ അമ്മയായിട്ട് യേശു നൽകുകയാണ്. പരിശുദ്ധ കന്യകാമറിയം എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട അമ്മയാണ്. സ്നേഹനിധിയായ അമ്മയാണ്. നമ്മുടെ കണ്ണുനീരിലും വേദനകളിലും രോഗങ്ങളിലും തകർച്ചകളിലും പരാജയങ്ങളിലും ആശ്വസിപ്പിക്കുവാൻ, സഹനങ്ങളിൽ കൂട്ടിരിക്കുവാൻ, ബലം പകരുവാൻ പരിശുദ്ധ അമ്മയുണ്ട്. നിരന്തരമായിട്ട് ജപമാല ചൊല്ലി പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. അമ്മയുടെ മാധ്യസ്ഥത്തിന് അസാധാരണമായ ശക്തിയുണ്ട്. ജപമാല പ്രാർത്ഥന സാത്താനെതിരെയുള്ള ശക്തമായ ആയുധമാണ്. കർത്താവേ ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനുമാണ്. അവിടുത്തെ ദാസിയുടെ പുത്രൻ, മറിയത്തിന്റെ പുത്രനാണ് ഞാൻ, പുത്രിയാണ് ഞാൻ. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ മറിയത്തിന്റെ മക്കളാണ്. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. പരിശുദ്ധ മറിയത്തോട് ചേർന്നുകൊണ്ട് ഭക്തിപൂർവം ജപമാല ചൊല്ലുമ്പോൾ സകല പൈശാചിക ബന്ധനങ്ങൾ തകർക്കപ്പെടുകയാ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയം. ഉൽപ്പത്തി 3:15, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതി തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. മറിയത്തിന്റെ പുത്രനായി ജനിച്ച ലോകരക്ഷകനായ മിശിഹ കർത്താവായ യേശു ക്രിസ്തു നാരകീയ സർപ്പത്തെ
ആ പിശാചിനെ, പുരാതന സർപ്പത്തെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. സാത്താനെ പൂർണ്ണമായിട്ട് യേശു പരാജയപ്പെടുത്തി. മറിയം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സാത്താൻ ഞെട്ടിവിറയ്ക്കുകയാണ്. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ മാത്രം പോരാ, അമ്മയ്ക്ക് മഹത്വം കൊടുക്കണം. അമ്മയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കണം. പാദ്രിപ്പിയൊക്കെ മാതാവിനെ കുറിച്ച് എത്രമാത്രം വലിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധനായ ജോൺ പോൾ സെക്കൻഡ് നമുക്ക് പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ തന്നു. ജോൺ പോൾ സെക്കൻഡ് മാതാവിന്റെ വലിയ ഭക്തനായിരുന്നു. അലി അഗ എന്ന തുർക്കി ഭീകരന്റെ വെടിയേറ്റ് വീണ പിതാവ് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ അമ്മയുടേത് മാത്രമാണ്. അമ്മ മാർപ്പാപ്പായി താങ്ങി. പിതാവിന്റെ ശരീരത്തില് കയറിയ ആ വെടിയുണ്ട മാതാവിന്റെ കിരീടത്തിൽ പിതാവ് സമർപ്പിക്കുകയാണ്. മാതാവിനെ ഒത്തിരിയേറെ സ്നേഹിച്ച വ്യക്തിയാ ജോൺ പോൾ സെക്കൻഡ്, വിശുദ്ധനായ ജോൺ പോൾ സെക്കൻഡ്. വളരെ ബാല്യത്തിൽ തന്നെ ജോൺ പോൾ സെക്കൻഡിന്റെ അമ്മ മരിച്ചു പോയിരുന്നു. അമ്മ മരിച്ചവർക്കും അമ്മ ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാവർക്കും അമ്മയായിട്ട് പരിശുദ്ധ കന്യകാമാതാവുണ്ട്. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയിൽ ആശ്രയിച്ച ആർക്കും ജീവിതത്തില് പരാജയപ്പെടേണ്ടി വരത്തില്ല. പരിശുദ്ധ മറിയത്തോട് മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. ലോകത്തില് അമ്മ അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഫെബ്രുവരി 11 ലൂർദ് മാതാവിന്റെ തിരുനാളാണ്. ലൂർദില് മാതാവ് കുട്ടികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ലോകത്തില് അനേക സ്ഥലങ്ങളില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മഹാവിശുദ്ധനായ പാദ്രി പിയോ വലിയ മാതാവിന്റെ ഭക്തനായിരുന്നു. വിശുദ്ധ ജോൺ പോൾ പിതാവ് വലിയ ഭക്തനായിരുന്നു. ആരൊക്കെ വലിയ വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുള്ളോ അവരെല്ലാവരും പരിശുദ്ധ മറിയത്തെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്. മാതാവിനോട് ഒത്തിരി മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും അമ്മയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവിലേക്ക് നടക്കുകയും ചെയ്യാം. ആ പരിശുദ്ധ അമ്മയിലൂടെ നാരകീയ ശക്തികളിൽ നിന്ന് നമുക്ക് വിടുതലുണ്ട്. നമ്മുടെ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾക്ക് പരിശുദ്ധ മറിയത്തിലൂടെ നമുക്ക് മറുപടിയുണ്ട്. വചനം പറഞ്ഞു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തില് 11-ാമത്തെ വചനം പറയുകയാണ്, 3 രാജാക്കന്മാര് നക്ഷത്രം കണ്ടിട്ട് ഉണ്ണിയേശുവിനെ തേടി പോകുകയാ. അവര് ആ കാര്യത്തൊഴുത്തിലെത്തി. അവർ കണ്ട കാഴ്ച ഇതാണ്. അവര് അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവരെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഉണ്ണിയേശുവിനെ 3 രാജാക്കന്മാർ കാണുന്നത് മറിയത്തോട് ചേർന്നാണ്. അവിടെ വിശുദ്ധയായ പരിശുദ്ധ മറിയവും വിശുദ്ധനായ യൗസേപ്പിതാവുമുണ്ട്. ലോകരക്ഷകനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു അവിടെ പിറന്നു. അവിടെ മറിയത്തോട് കൂടെയാണ് യേശുവിനെ അവർ കണ്ടത്, അവർ ആരാധിച്ചത്. മറിയത്തോട് ചേർന്ന് മറിയത്തോട് കൂടെ ആയിരുന്ന് യേശുവിനെ ആരാധിക്കാൻ നമുക്ക് കഴിയണം. അത് പരിശുദ്ധ മറിയവുമായിട്ടുള്ള വലിയ ഒരു ആത്മബന്ധം നമുക്കുണ്ടാവണം.
പരിശുദ്ധ അമ്മയെ ജീവന് തുല്യം സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയണം. എനിക്ക് പലരുടെയും അനുഭവങ്ങൾ അറിയാം. മാതാവിനെ ഒത്തിരി സ്നേഹിക്കുന്നവരുണ്ട്. മാതാവ് സന്ദേശം നൽകുന്ന വ്യക്തികളുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു, രക്തമൊഴുകുന്നു, സുഗന്ധ എണ്ണയൊഴുകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അടയാളങ്ങളാണ്. യേശുവിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്ന്, തിരുഹൃദയത്തിൽ നിന്ന് സുഗന്ധ എണ്ണയൊഴുകുന്നു, കാൽപാദങ്ങളിൽ എണ്ണയൊഴുകുന്നു. ഇതുപോലെ അടയാളങ്ങളൊക്കെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ കഞ്ചിക്കോട് റാണിയുടെ ഭവനത്തിൽ നടന്ന അനുഭവങ്ങൾ. ആ കാലഘട്ടത്തിൽ ഞാനും പോയിട്ടുണ്ട്. അന്ന് അവിടെ പാല് വരുന്നതും എണ്ണയൊഴുകുന്നതും രക്തമൊഴുകുന്നതും ഒക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരി സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഫാത്തിമയിലും ലൂർദിലും മെജ്ഗോറിയിലും ഒക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ആ ഓരോ പ്രത്യക്ഷപ്പെടലുകൾക്കും വലിയ അർത്ഥങ്ങളുണ്ടായിരുന്നു. ലോകത്തിലിന്ന് മാതാവിൻ്റെയൊക്കെ രൂപത്തിലൂടെ സംഭവിക്കുന്ന ഈ അടയാളങ്ങൾക്ക് പിന്നിൽ വലിയ ഒരു അർത്ഥമുണ്ട്. ഓരോ അടയാളവും കൈ ചൂണ്ടുന്നത് ക്രിസ്തുവിലേക്കുള്ള യാത്രയാണ്. ഓരോ അടയാളങ്ങളും നമ്മുടെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഓരോ അടയാളങ്ങളും കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു 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 വെളിപ്പാടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ മാതാവ് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടോ അവിടെയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ സഭയ്ക്ക് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാനാ പറയുന്നത്. മെജ്ഗോറി എന്ന സ്ഥലത്ത്, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് പോകാനായിട്ട് എനിക്ക് കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. അവിടെയൊക്കെ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിൽ പറഞ്ഞത്, അടുക്കലടുക്കൽ കുമ്പസാരിക്കുക, ബുധനും വെള്ളിയും ഉപവസിച്ച് പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടിയൊക്കെ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാനൊക്കെയാണ് മാതാവ് പറയുന്നത്. അപ്പോൾ അടുക്കലടുക്കുള്ള കുമ്പസാരവും ദിവ്യകാരുണ്യ സ്വീകരണവും ശരിക്കും സഭയോട് ചേർന്ന് നിൽക്കാനാണ് പരിശുദ്ധ മറിയത്തിന്റെ ആ വെളിപ്പാടുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവ് എവിടെയൊക്കെ ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടോ അതിലൂടെയുള്ള ഏറ്റവും വലിയ സന്ദേശം മാനസാന്തരത്തിലേക്ക് വരിക, പാപജീവിതം ഉപേക്ഷിക്കുക, എൻ്റെ പുത്രൻ പറഞ്ഞത് അനുസരിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക. നമുക്ക് നല്ല ഒരു തീരുമാനമെടുക്കാം. പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിച്ച് അഭിവാദ്യം ചെയ്തു. ആത്മാവിനെ നിറഞ്ഞ എലിസബത്ത് വിളിച്ചു പറയുക, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അമ്മയാണ്. ഹല്ലേലൂയ! പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ്. നമുക്ക് അമ്മയെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം, അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം, അമ്മയെ സ്നേഹിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാക്കന്മാര്, മാർപ്പാപ്പ, വൈദികര്, സന്യസ്തര്, ദൈവവേല ചെയ്ത എല്ലാവരെയും മാതാവിന് വിമലഹൃദയത്തിൽ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയൊക്കെ അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ ഞങ്ങളുടെ പിതാക്കന്മാരെ, പൂർവികർക്ക് വിടുതൽ കിട്ടുവാൻ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് മോചനം ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ചു നിർത്തണമേ. ആഴമായ മാനസാന്തരത്തിലേക്ക്, വിശുദ്ധ ജീവിതത്തിലേക്ക് അമ്മ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടാകണമേ. ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.